എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് KTUവിൻ്റെ 5th സെമസ്റ്റർ ട്രിപ്പിൾ ഇ സ്റ്റുഡൻസിൻ്റെ ഒരു പേപ്പറാണ്. മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. ഇത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്പയർ മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്നും ചോദിക്കാറുണ്ട്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണിത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സാധാരണ കാണാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. 5 മാർക്കിനൊക്കെയാണ് സാർ ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് വിട്ട് കളയാണ്ട് പാടില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ ഈസ് മൈക്രോ പ്രൊസസ്സർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിവൈസസ് വെയർ ടാസ്ക് ഈസ് നോട്ട് പ്രീ ഡിഫൈൻഡ്. ടാസ്ക് പ്രീ ഡിഫൈൻ ചെയ്യാത്ത ഡിവൈസസിലാണ് നമ്മൾ മൈക്രോ പ്രൊസസ്സർ സാധാ യൂസ് ചെയ്യാറ്. എക്സാമ്പിൾ ഗെയിമിങ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, സിമുലേഷൻസ് എക്സെട്ര. മൈക്രോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ദേ ആർ ഡിസൈൻ ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഡിജിറ്റൽ ക്യാമറ, വാഷിംഗ് മെഷീൻ. ഡിജിറ്റൽ ക്യാമറയ്ക്കകത്ത് നമ്മൾ ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയാണ് നമ്മൾ അതുപോലെയുള്ള മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കാൺ ബി യൂസ്ഡ് ഇൻ കോമ്പാക്ട് സിസ്റ്റം. മൈക്രോ പ്രൊസസ്സർ നമുക്ക് കോമ്പാക്ട് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കോമ്പാക്ട് സിസ്റ്റം. മൈക്രോ കൺട്രോൾ നമുക്ക് കോമ്പാക്ട് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് കോസ്റ്റ് ഓഫ് ദ എൻറ്റയർ സിസ്റ്റം ഈസ് ഹൈ. മൈക്രോ പ്രൊസസ്സറിനകത്ത് മൈക്രോ പ്രൊസസ്സറിൻ്റെ കോസ്റ്റ് മൈക്രോ കൺട്രോളറിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. അതേസമയം കോസ്റ്റ് ഓഫ് ദ എൻറ്റയർ സിസ്റ്റം ഇസ് ലോ. മൈക്രോ കൺട്രോളറിനകത്ത് കോസ്റ്റ് എന്ന് പറയുന്നത് പൊതുവേ മൈക്രോ പ്രൊസസ്സറിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അടുത്തത് മോസ്റ്റ് ഓഫ് ദ മൈക്രോ പ്രൊസസ്സർ ഡു നോട്ട് ഹാവ് എ പവർ സേവിങ് ഫീച്ചർ. മൈക്രോ പ്രൊസസ്സറിനകത്ത് കൂടുതൽ പൊതുവെയുള്ള സാധാരണ എല്ലാ മൈക്രോ പ്രൊസസ്സറിനകത്തും ഈ പവർ സേവിങ് ഫീച്ചർ സാധാരണ കാണാറില്ല. അതേസമയം മൈക്രോ കൺട്രോളറിനകത്ത് ദേ ഓഫർ പവർ സേവിങ് ഫീച്ചർ. മൈക്രോ കൺട്രോളർ പവർ സേവിങ് ഫീച്ചർ കൊടുക്കാറുണ്ട്. അടുത്തത് മൈക്രോ പ്രൊസസ്സർ ഹാസ് എ സ്മോളർ നമ്പർ ഓഫ് രജിസ്റ്റർ, സോ മോർ ഓപ്പറേഷൻസ് ആർ മെമ്മറി ബേസ്ഡ്. അപ്പോൾ ഈ മൈക്രോ പ്രൊസസ്സറിനകത്ത് അപ്പോൾ ഈ മൈക്രോ പ്രൊസസ്സറിനകത്ത് രജിസ്റ്റേഴ്സിൻ്റെ എണ്ണം മൈക്രോ കൺട്രോളറിനെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓപ്പറേഷൻസും മെമ്മറി ബേസ്ഡ് ആയിരിക്കും. ഇവിടെ നിന്ന് ഈ മൈക്രോ കൺട്രോളറിനകത്ത് മൈക്രോ പ്രൊസസ്സറിനെ അപേക്ഷിച്ച് രജിസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അടുത്തത് ഇറ്റ് ഈസ് കോംപ്ലക്സ് ആൻഡ് എക്സ്പെൻസീവ് വിത്ത് ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രോസസ്. ഓക്കെ, അപ്പോൾ ഈ മൈക്രോ പ്രൊസസ്സറിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഫങ്ഷൻ അല്ല നമ്മൾ ഈ മൈക്രോ പ്രൊസസ്സർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതേസമയം ഈ മൈക്രോ കൺട്രോളറിനകത്ത് ഇത് സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് വിത്ത് ലെസ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പ്രോസസ്. കാരണം എന്താ, ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെസിഫിക് ടാസ്ക് അല്ല നമ്മളൊരു സ്പെസിഫിക് ടാസ്ക്കാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അല്ലാതെ ഒരു ലാർജ് നമ്പർ ഓഫ് ഒരു ടാസ്ക് നമുക്കിവിടെ പെർഫോം ചെയ്യാനില്ല. ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയുള്ള മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഈ മൈക്രോ കൺട്രോളർ യൂസ്. അതുകൊണ്ട് തന്നെ ലെസ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രോസസ് ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്തത് മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് സിസ്റ്റം ക്യാൻ റൺ അറ്റ് വെരി ഹൈ സ്പീഡ് ബിക്കോസ് ഓഫ് ദ ടെക്നോളജി യൂസ്ഡ്. മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിനകത്ത് അതിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും മൈക്രോ കൺട്രോളറിനെ അപേക്ഷിച്ച്. മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റം ക്യാൻ റൺ up to 200 MHz or more depending upon the architecture. മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റത്തിന് 200 MHz സ്പീഡ് വരെ പോകാനായിട്ട് പറ്റും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആർക്കിടെക്ചർ. മൈക്രോ പ്രൊസസ്സറിനകത്ത് ഇറ്റ് ഹാസ് നോ റോം, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ്, ടൈമേഴ്സ് ആൻഡ് ദ പെരിഫറൽസ് ഓൺ ദ ചിപ്പ്. അപ്പോൾ ഈ മൈക്രോ പ്രൊസസ്സറിനകത്ത് റാമില്ല, റോമില്ല, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഇല്ല, ടൈമേഴ്സ് ഇല്ല. അങ്ങനെയാണ് ഈ മൈക്രോ പ്രൊസസ്സർ ഉള്ളത്. അതേസമയം മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ CPU അലോങ് വിത്ത് റാം, റോം ആൻഡ് അതർ പെരിഫറൽസ് എംബഡ് ഓൺ എ സിംഗിൾ ചിപ്പ്. ഒരു സിംഗിൾ ചിപ്പിനകത്ത് തന്നെ CPUവും റാം, റോം ആൻഡ് അതർ പെരിഫറൽസ് ഒരു സിംഗിൾ ചിപ്പിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
മൈക്രോ പ്രൊസസ്സറിനകത്ത് ഇറ്റ് യൂസസ് ആൻ എക്സ്റ്റേണൽ ബസ് ടു ഇൻ്റർഫേസ് റാം റോം ആൻഡ് അതർ പെരിഫറൽസ്. ഇതിനകത്ത് റാമും റോമും ഒക്കെ ഇൻ്റർഫേസ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്റ്റേണൽ ബസ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് യൂസസ് ആൻ ഇൻറ്റേർണൽ കൺട്രോളിംഗ് ബസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ മൈക്രോ കൺട്രോളറിനകത്ത് തന്നെ ഈ റാം റോമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിന് ഇൻറ്റേർണൽ കൺട്രോളിംഗ് ബസ്സിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാമും റോമും ഒന്നും ഇൻറ്റേർണലായിട്ട് ഇതിനകത്തില്ല, എല്ലാം എക്സ്റ്റേണലായിട്ട് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എക്സ്റ്റേണൽ ബസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5 മാർക്കിനായിട്ടാണ് സാധാരണ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ട പോയിൻറ്റ്സിനകത്തുനിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവ എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് 8085 നോക്കാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം.